കഥയെ ആരംഭിക്കുന്നത് ലൈലയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്നൊരു സ്വപ്നം കണ്ട് ലൈല ഞെട്ടിയുണരുകയായിരുന്നു. കുട്ടിയായിരുന്ന ലൈലയുടെ കയ്യിൽ നിന്നും ഒരു ലോക്കറ്റ് തട്ടിപ്പറിച്ച് ഒരു പയ്യൻ ഗോവണികൾ കയറി ഒരു ബിൽഡിങ്ങിന്റെ 2ാം നിലയിലേക്ക് എത്തുന്നു. ലൈല പിന്നാലെ ഓടിച്ചെന്നു. ആ പയ്യനെ അവൻ വിളിച്ചതും ആ പയ്യൻ തിരിഞ്ഞു. കരടിത്തലയുള്ള ഒരു പയ്യൻ. പെട്ടെന്ന് അവൾ ഞെട്ടിയെഴുന്നേറ്റു. കൃത്യം ആ സമയം ലൈലയുടെ സുഹൃത്തും ബന്ധുവും കൂടിയായ അമ്പു ലൈലയെ ഉറക്കിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. കോളേജിൽ പോവേണ്ടതാണ്, സമയം വൈകിയിരിക്കുന്നു. സ്ഥിരമായി കാണുന്ന ആ സ്വപ്നം തന്നെ ഇന്നും കണ്ടു, അതിലെന്തോ കാര്യമുണ്ട് എന്ന് ലൈല അമ്പുവിനോട് പറയാൻ നോക്കിയെങ്കിലും അമ്പു അവളെ ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പ്രണയത്തെപ്പറ്റിയൊക്കെ വലിയ തോതിൽ ചിന്തിക്കുന്ന, പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള പെൺകുട്ടിയാണ് ലൈല. അമ്പു തുരുത്തി പിടിച്ചതും അമ്പുവിനൊപ്പം ലൈല കോളേജിലേക്ക് പുറപ്പെട്ടു. ലൈലയുടെ കുടുംബം ആ നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ കുലീന കുടുംബങ്ങളിൽ ഒന്നാണ്. ലൈലയും വാപ്പയും അത്രമേൽ സുഹൃത്തുക്കളുമായിരുന്നു. വാപ്പ ഇങ്ങനെ പാമ്പർ ചെയ്തിട്ടാണ് ലൈല ഇങ്ങനെ ഒരു കൂസലുമില്ലാതെ നടക്കുന്നത് എന്നെപ്പോഴും ലൈലയുടെ ഉമ്മ കുറ്റപ്പെടുത്തും. പക്ഷെ ലൈലയുടെ വാപ്പ അതൊന്നും കാര്യമായി എടുത്തിരുന്നതുമില്ല. വീട്ടിൽ നിന്ന് കാറെടുത്ത് പുറത്തു വന്നാലുടൻ ലൈല മേക്കപ്പ് അണിഞ്ഞ് കൂടുതൽ സുന്ദരിയാകും. ലൈലയ്ക്ക് പിന്നാലെ ലൈലയെ വളച്ചെടുക്കുവാൻ ആഗ്രഹിച്ച് നിരവധി പയ്യന്മാരുണ്ടായിരുന്നു. ലൈലയ്ക്കാണെങ്കിൽ അവരെയൊക്കെ ഇട്ടിങ്ങനെ കറക്കുന്നത് വലിയ ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ അവളൊരു ശൃംഗാരി പെൺകുട്ടിയാണ് എന്ന തരത്തിൽ മൊത്തത്തിൽ ഒരു സംസാരവും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ കോളേജിൽ കൂട്ടുകാരികളോട് സംസാരിക്കുമ്പോൾ ഒരു കൂട്ടുകാരി തന്റെ കാമുകനെ ചുംബിച്ചു എന്ന കാര്യം ലൈല അറിഞ്ഞു. ലൈലയ്ക്ക് അതൊക്കെ വലിയൊരു കാര്യമായി തന്നെ തോന്നിയിരുന്നു. ആ പെൺകുട്ടിയോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവൾ രാത്രിയിൽ മനോഹരമായ ഒരിടത്ത് അരുവിയുടെ ചോട്ടിൽ ഒറ്റയ്ക്ക് പോയി തന്റെ മനസ്സിലെ ആഗ്രഹം പ്രാർത്ഥിച്ചെന്നും അങ്ങനെയാ തന്റെ കാമുകനെ കിട്ടിയത് എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടതും ലൈല പെട്ടെന്നൊരു സ്വപ്നലോകത്തിലേക്ക് പോയി. വസന്തത്തിന് മാജിക്കൽ പവറുണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നു കേട്ടതും അതൊക്കെ തനിക്കുമൊന്ന് വന്നു ചേർന്നെങ്കിൽ എന്ന് ലൈല ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ലൈല മനസ്സിൽ ആത്മാർത്ഥമായി ഒരു പ്രണയത്തെ ആഗ്രഹിച്ചു. ഒരാൾ തന്നിലേക്ക് വരുന്നത് സ്വപ്നം കണ്ടു. അന്ന് രാത്രിയിലും കരടിമുഖമുള്ള മനുഷ്യനെ സ്വപ്നം കണ്ട് ലൈല ഞെട്ടിയുണരുകയാണ്. സമയം രാത്രി വൈകിയിരുന്നു. കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ലൈലയുടെ ഉള്ളിലേക്ക് വന്നു. ഒറ്റയ്ക്ക് മനോഹരമായ ഇടത്ത് അരുവിക്കടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ തനിക്കും ഒരു കാമുകനെ കിട്ടിയേക്കുമോ എന്ന് ലൈല ചിന്തിച്ചു. ഒറ്റയ്ക്ക് പോവാൻ ഭയമുണ്ടായിരുന്ന ലൈല തന്റെ കമ്മൽ മനോഹരമായ വീടിനോട് ചേർന്ന ഭാഗത്ത് നഷ്ടപ്പെട്ടു. അത് നോക്കിയെടുക്കണം വാ എന്ന് പറഞ്ഞ് അമ്പുവിനെ ഉണർത്തി നിർബന്ധിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോയി. വീടിന് പിന്നിലുള്ള മല കയറി മുകൾ ഭാഗത്തേക്കായിരുന്നു അവർ പോയത്. ശ്മശാനമുള്ള ഒരിടത്തൂടെ ഭയന്നുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു നീങ്ങി. ശ്മശാനം പിന്നിട്ട് അരുവിയുടെ ഭാഗത്തേക്ക് അവർ പോവാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ച് 2 ജീപ്പുകൾ വരുന്നത് അവർ കാണുന്നത്. ഭയന്ന ലൈലയും അമ്പുവും അവിടെ ഒരിടത്ത് മറഞ്ഞിരുന്നു. അമ്പു അല്ലാതെ പേടിച്ചിരുന്നു. ലൈല അവളുടെ വാപുത്തി പിടിച്ച് മറഞ്ഞു കിടന്നു. ഈ സമയം അങ്ങോട്ടേക്ക് എത്തിയ പയ്യന്മാരിൽ ഒരാൾ ആ ഭാഗത്തേക്ക് നടന്നു വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ അമ്പുവിന്റെ വായിൽ നിന്ന് ലൈല കൈയെടുത്തതും ഭയന്ന അമ്പു അലറി വിളിച്ച് അവിടെ നിന്നോടി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന പയ്യൻ തെന്നി ലൈലയ്ക്കടുത്തേക്ക് വന്നു വീണിരുന്നു. ലൈലയും ആ പയ്യനും മുഖത്തോട് മുഖം നോക്കി കണ്ടു. അവന്റെ പേര് ക്വായിസ് എന്നായിരുന്നു. ക്വായിസിനെ കണ്ടതും ലൈലയും അവിടെ നിന്നെഴുന്നേറ്റ് അമ്പുവിന്റെ പിന്നാലെയോടി. അടുത്ത ദിവസം അവിടുത്തെ പ്രധാനമായ ഷാലിമാർ ഹോട്ടലിന് മുമ്പിൽ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ലൈലയുടെ വാപ്പയുടെ പൊളിറ്റിക്കൽ അസിസ്റ്റന്റും ബന്ധുവും കൂടിയായ ഇബ്ബാനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ലൈലയുടെ കുടുംബത്തിന്റെ സ്വത്ത് ഗ്രീൻ ബെൽറ്റിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും അതൊരു ബിസിനസ്മാന് വിൽക്കുകയും ചെയ്തിരുന്നു. ഗുലാം സർവാർ എന്ന ബിസിനസ്മാൻ അവിടെ ഒരു 5 നക്ഷത്ര ഹോട്ടൽ കെട്ടി. നിലവിൽ തങ്ങളുടെ ലാൻഡ് ഗവൺമെന്റ് അനധികൃതമായി മറച്ചുവിറ്റു എന്ന് പറഞ്ഞായിരുന്നു ഇബ്ബാൻ അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. ഗവൺമെന്റിനും ഇതിൽ കൈയുണ്ട് എന്നൊക്കെ അവർ ആരോപിച്ചു. ലൈലയുടെ കുടുംബവും ഇബ്ബാനുമെല്ലാം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരായിരുന്നു. പക്ഷേ പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് ഗുലാം സർവാർ ഭട്ട് അടിച്ചൊതുക്കി. ക്വായിസിന്റെ വാപ്പയായിരുന്നു ഗുലാം സർവാർ ഭട്ട്. അന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ ലൈലയുടെ വാപ്പയുടെ അടുത്തേക്ക് ഒരു മുതിർന്ന പൊളിറ്റീഷ്യൻ എത്തി. ഇബ്ബാൻ വലിയ രോഷത്തിൽ അവിടെ നിന്ന് സംസാരിക്കുന്നുമുണ്ട്. അദ്ദേഹം ലൈലയുടെ വാപ്പയോട് തങ്ങളുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ഇലക്ഷനിൽ മത്സരിക്കാൻ പറഞ്ഞു. പക്ഷേ അതിൽ വലിയ താല്പര്യം കാണിക്കാതെ അദ്ദേഹം പിന്മാറുകയാണ്. പക്ഷേ നേതാവ് പിന്നെയും ലൈലയുടെ വാപ്പയെ അതിലേക്ക് ഇറങ്ങാൻ പ്രചോദിപ്പിച്ചു. നിങ്ങളൊന്ന് നിന്നുകൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഇബ്ബാൻ നോക്കിക്കോളും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇബ്ബാനും അതൊക്കെ കേട്ട് വലിയ താല്പര്യം തോന്നുന്നുണ്ട്. വലിയൊരു പൊളിറ്റിക്കൽ സ്ഥാനമൊക്കെ എപ്പോഴും ഇബ്ബാൻ സ്വപ്നം കണ്ടിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലൈല കയറി വരുന്നത്. സംസാരത്തിൽ നിന്ന് ശ്രദ്ധ മാറി ഇബ്ബാൻ ലൈലയെ ഉറ്റുനോക്കുന്നതും ചായ നിറഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കാതെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതും പൊളിറ്റിക്കൽ നേതാവും ലൈലയുടെ വാപ്പയും ശ്രദ്ധിച്ചിരുന്നു. ഒരു തരത്തിൽ ഇളിപ്യനായെങ്കിലും ഇബ്ബാൻ അതൊക്കെ
എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് മാറി നിന്നു. അന്ന് പൊളിറ്റീഷ്യൻ തിരികെ പോകുമ്പോ അദ്ദേഹത്തിന് ഇലക്ഷന് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ വരുന്ന മരുമോന് അതിന് വല്ല സാധ്യതയുണ്ടാകും എന്ന തരത്തിൽ പാർട്ടിയുടെ ആ കുടുംബത്തോടുള്ള താല്പര്യമറിയിച്ച് ഇബ്ബാനൊരു സൂചന നേതാവ് കൊടുക്കുന്നുണ്ട്. അതോടെ ലൈലയോട് ആദ്യമേ തൊട്ടേ താല്പര്യമുള്ള ഇബ്ബാന് ലൈലയെ എങ്ങനെയെങ്കിലും നേടിയെടുത്താൽ മതി എന്ന തരത്തിലേക്കായി. ഇതേ സമയം ആരുമറിയാതെ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിലെ ഒറ്റ കാഴ്ചയിൽ ക്വായിസിന് ലൈലയെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. ക്വായിസ് ലൈലയെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും ലൈലയെ പിന്തുടരാനും ഒക്കെ ആരംഭിച്ചു. ലൈല ഒരു ശൃംഗാരി പെണ്ണായിട്ട് ഏവരും കാണുന്നത് എന്ന തരത്തിലൊക്കെ കൂട്ടുകാർ പറഞ്ഞെങ്കിലും ലൈലയോടുള്ള പ്രണയം ക്വായിസിന് ഉറച്ചതായിരുന്നു. ഇതേ സമയം ക്വായിസും തന്നെ പിന്തുടരുന്നു എന്ന കാര്യം ലൈല അറിഞ്ഞിരുന്നു. ക്വായിസിനെ പറ്റി തിരക്കിയപ്പോ ക്വായിസ് ഒരു മദ്യപാനിയാണെന്നും മയക്കുമരുന്നിന് അടിമയാണെന്നും ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് ആ പെണ്ണ് ദുബായിൽ പോയി ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമൊക്കെ ലൈലയെ തേടി എത്തുന്നുണ്ട്. ക്വായിസിനെയും തന്റെ സ്വഭാവം വെച്ച് എല്ലാ പയ്യന്മാരെ പോലെയും തന്റെ പിന്നിൽ ചുറ്റിക്കറക്കാൻ വിട്ട് അത് കണ്ട് ആസ്വദിക്കാനായിരുന്നു ലൈല ആദ്യം ചിന്തിച്ചത്. പക്ഷേ ലൈലയുടെ ജീവിതത്തിൽ ക്വായിസ് വന്ന് മൊത്തത്തിലങ്ങ് നിറയാൻ തുടങ്ങി. ലൈല പോലും അറിയാതെ ലൈലയുടെ ബർത്ത്ഡേ അടക്കം എല്ലാവർക്കും കേക്ക് നൽകി അവൻ ആഘോഷിച്ചു. ലൈലയ്ക്ക് പിന്നാലെ നടന്നിരുന്ന മറ്റ് പയ്യന്മാരൊക്കെയും ക്വായിസ് ലൈലയുടെ പിന്നാലെ വന്നതോടെ അതിൽ നിന്ന് പിന്മാറി. ഒരിക്കൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയപ്പോ പൈസ വേണ്ടെന്ന് പറഞ്ഞ് ആ കടക്കാരൻ ലൈലയെ പറഞ്ഞുവിടാൻ നോക്കിയതും ലൈലയ്ക്ക് ദേഷ്യം വന്നു. പുറത്തുണ്ടായിരുന്ന ക്വായിസിനെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞ് ലൈല പുറത്തേക്ക് വന്നപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിച്ച് അമ്പു അവളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ലൈല ദേഷ്യത്തിൽ തന്നെ രഹസ്യമായി അമ്പുവിനോട് ഇതൊരു അവസരമാ, അവനെ നേരെ കാണാൻ പറ്റും എന്ന് പറഞ്ഞ് ദേഷ്യം അഭിനയിച്ച് അവിടെ അടുത്ത് പാർക്ക് ചെയ്തിരുന്ന ക്വായിസിന്റെ വണ്ടിക്കടുത്തേക്ക് പോയി. പക്ഷേ ക്വായിസ് വണ്ടിയിലുണ്ടായിരുന്നില്ല, പുറത്തെ കടയിൽ ചായ കുടിക്കുകയായിരുന്നു. പിന്നാലെ ക്വായിസ് ലൈലയുടെ അടുത്തേക്ക് ചെന്നു. ലൈലയോട് ഫ്ലേട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ലൈലയാകട്ടെ തനിക്കൊരു താല്പര്യവുമില്ലെന്ന മട്ടിൽ തന്റെ പിന്നാലെ നടക്കരുതെന്ന മട്ടിൽ ക്വായിസിനോട് ദേഷ്യപ്പെടുകയായിരുന്നു. ക്വായിസ് ആണെങ്കിൽ ചിരിയോടെ മാത്രം അതിനെ എതിരിട്ടു. കാര്യം ക്വായിസിനോട് ദേഷ്യമാണ് കാണിച്ചതെങ്കിലും ലൈലയ്ക്ക് ക്വായിസിനെ ഇഷ്ടപ്പെട്ടിരുന്നു. വീട്ടിലെത്തി രാത്രി ദിവാസ്വപ്നം കണ്ട് അമ്പുവിനോട് ക്വായിസിനെ പറ്റി തന്നെ ലൈല സംസാരിച്ചുകൊണ്ടിരുന്നു. ക്വായിസും ലൈലയുടെ വീടിന്റെ പുറത്തുനിന്ന് അവളെ നോക്കിക്കണ്ട് എന്നെ പറ്റിയായിരിക്കും അവൾ ചിന്തിക്കുന്നത് എന്നൊക്കെ കൂട്ടുകാരനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? കൂട്ടുകാരൻ ക്വായിസിനോട് ചോദിച്ചു. ക്വായിസ് പറഞ്ഞു അവൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ചെയ്യും. ഞാനിനി അവളെ ഫോളോ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യണം. ക്വായിസ് പ്രാവിന്റെ കാലിൽ ഒരു മെസ്സേജ് എഴുതി അവളുടെ അടുത്തേക്ക് പറത്തിവിട്ടു. പ്രാവുകൾ വന്നിരിക്കുന്ന കണ്ട് ലൈല പോയി പ്രാവിനെ നോക്കിയപ്പോ പേപ്പർ കഷ്ണത്തിലെഴുതിയ മെസ്സേജ് അവൾക്ക് കിട്ടി. ഞാനിനി നിന്നെ പിന്തുടരില്ല, നിനക്ക് വേണമെങ്കിൽ നീ എന്നെ കണ്ടെത്തേണ്ടി വരും. ലൈല പുറത്തേക്കിറങ്ങി നോക്കുമ്പോ വണ്ടിയെടുത്ത് പോവാൻ നിൽക്കുന്ന ക്വായിസിനെയാണ് കാണുന്നത്. ആ മെസ്സേജ് തനിക്ക് കിട്ടിയെന്ന് കാണിച്ച് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്ന പോലെ അവൾ അഭിനയിച്ചു. ക്വായിസ് പോയി കഴിഞ്ഞപ്പോ അവൾ കയ്യിൽ മടക്കി പിടിച്ചിരുന്ന എറിഞ്ഞു കളയാത്ത ആ കുറിപ്പ് ഒന്നുകൂടി എടുത്തു നോക്കി. ക്വായിസ് എന്ന് ശരിക്കും ലൈലയെ ഇനി പിന്തുടരേയില്ല എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അടുത്ത ദിവസം തന്നെ വളരെ യാദൃച്ഛികമായി ഒരു കല്യാണ വീട്ടിൽ വെച്ച് അവർ കണ്ടുമുട്ടുകയാണ്. ആ കോയിൻസിഡൻസിൽ ക്വായിസിന് വല്ലാത്തൊരു അതിശയം തോന്നി. അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ താൻ ശ്രമിച്ചിട്ടും അവളിലേക്ക് തന്നെ വന്നെത്തുന്നല്ലോ എന്ന തോന്നൽ വീണ്ടും ലൈലയുടെ പിന്നാലെ പോവാൻ ക്വായിസിനെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല ക്വായിസിനോട് ലൈല അപ്പോൾ ദേഷ്യം കാണിക്കുന്നുമുണ്ടായിരുന്നില്ല. ക്വായിസ് എന്ന ലൈലയ്ക്ക് അടുത്തു നിന്നും ഫോൺ നമ്പർ കിട്ടുമോ എന്ന തരത്തിലൊന്ന് ശ്രമിച്ചു നോക്കി. ലൈല ക്വായിസിന് തന്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തു. ആദ്യം ഒരു തമാശ രീതിയിലാണ് ലൈല അത് ചെയ്തതെങ്കിലും അവരുടെ ചാറ്റുകളും സംസാരങ്ങളും പതിയെയാണെങ്കിലും അവരെ ഒരുപാട് അടുപ്പിച്ചു കൊണ്ടുവന്നു. ക്വായിസിനെ പറ്റി താൻ കേട്ട കഥകളൊക്കെയും കള്ളക്കഥകളാണെന്ന് ലൈല മനസ്സിലാക്കി. ക്വായിസ് നല്ലൊരു മനുഷ്യനാണ് എന്ന് ലൈല തിരിച്ചറിഞ്ഞു. അവരുടെ പ്രണയത്തിന്റെ ആഴം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആരുമറിയാതെ അവർ ഒന്നിച്ച് പുറത്തു പോവാനൊക്കെ തുടങ്ങി. മനോഹരമായൊരു മലയിൽ പോയി അവരൊന്നിച്ച് സംസാരിച്ചിരുന്നു. ആ സമയം ആ വലിയ മലയുടെ മറുവശം എന്താണെന്നറിയാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നെന്നും ഒരിക്കൽ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടതാണ് എന്നും ക്വായിസ് പറയുന്നുണ്ട്. പക്ഷേ താൻ വിട്ടുകളയില്ലെന്നും ഒരിക്കൽ താൻ ഈ മലയുടെ മറുവശം പോയി അവിടെ എന്താണെന്ന് നോക്കിക്കാണും എന്നും ക്വായിസ് കൂട്ടിച്ചേർത്തു. ക്വായിസിന്റെ ആ പറച്ചിലൊക്കെ കേട്ടതും നിനക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാ എന്ന് ലൈല തമാശയോടെ പറയുന്നുമുണ്ട്. അവരുടെ പ്രണയം പൂത്തു തളർത്തുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അവരൊന്നിച്ച് പുറത്തു പോകുന്നത് ഇബ്ബാൻ കണ്ടിരുന്നു. ഇബ്ബാൻ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ക്വായിസ് അന്ന് ഒരു തരത്തിലായിരുന്നു അന്ന് പിടികൂടപ്പെടാതെ ലൈലയെ മാറ്റി തന്റെ പെങ്ങളെ വണ്ടിയിൽ കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്തുടർന്നു വന്ന ഇബ്ബാനെ തന്റെ പെങ്ങളെ പിന്തുടരുകയാണോടാ എന്ന് ചോദിച്ച് ക്വായിസ് ഒന്ന് പ്രശ്നത്തിലാക്കുകയും ചെയ്തിരുന്നു. ഇബ്ബാൻ എന്ന് വലിയ രോഷം വന്നു. വീട്ടിലേക്കെത്തിയ ഇബ്ബാൻ ലൈലയുടെ വാപ്പയുടെ അടുത്ത് നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ലൈല കോളേജ് കഴിഞ്ഞെത്തിയപ്പോ വാപ്പ ലൈലയെ വിളിച്ചടുത്തു വരുത്തി ആ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ക്വായിസിന്റെ കുടുംബവും ലൈലയുടെ കുടുംബവും
സ്ഥലത്തിന്റെയും ഹോട്ടലിന്റെയും പേരിൽ ബദ്ധവൈരികളായിട്ട് നിൽക്കുകയാണല്ലോ. ഒരിക്കലും ക്വായിസിനെ അംഗീകരിക്കാൻ ലൈലയുടെ വാപ്പയ്ക്ക് പറ്റുമായിരുന്നില്ല. വാപ്പ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോ ലൈല ഇല്ലെന്ന് പറഞ്ഞു. തന്റെ മേലിൽ സത്യം ചെയ്യാൻ വാപ്പ ആവശ്യപ്പെട്ടു. ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മടിച്ചാണെങ്കിലും കരഞ്ഞുകൊണ്ട് അവൾ സത്യം ചെയ്തു. അതിന്റെ വേദന അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്വായിസുമായി അത്രമേൽ ആഴത്തിൽ അവൾ പ്രണയത്തിൽ അകപ്പെട്ടു പോയിരുന്നു. ക്വായിസിനെ മീറ്റ് ചെയ്യാൻ ലൈല തീരുമാനിച്ചു. രാത്രിക്ക് രാത്രി ആരും കാണാതെ അടുത്തുള്ള ഖബർസ്ഥാനിലേക്ക് ലൈല പോയി. ആ ശ്മശാനത്തിൽ വെച്ച് ലൈലയും ക്വായിസും കണ്ടുമുട്ടി സംസാരിച്ചു. തന്റെ അവസ്ഥയും വാപ്പ തന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതുമൊക്കെയും ലൈല കണ്ണീരോടെ പറഞ്ഞു. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടു. ക്വായിസ് പറഞ്ഞു, അങ്ങനെയാണെ ആയിക്കോട്ടെ, ബ്രേക്കപ്പ് ചെയ്യാം. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോ എങ്ങനാ? നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവോ അതോ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവണോ എന്ന തരത്തിലൊക്കെ ക്വായിസ് അത് തമാശയാക്കിയപ്പോ നിനക്കിതൊക്കെ തമാശയാണോ എന്ന മട്ടിൽ ലൈല ചോദിച്ചു. ക്വായിസ് പറഞ്ഞു, ഞാൻ നിനക്കൊരു നോട്ട് നൽകിയിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാൻ നിന്നെ പിന്തുടരില്ല, നീ എന്നെ പിന്തുടർന്ന് കണ്ടെത്തേണ്ടി വരും. അന്ന് ശരിക്കും ഞാൻ നിന്നെ വിട്ടിട്ട് തന്നെ പോയതായിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മൾ കണ്ടുമുട്ടി. ഇതൊക്കെ വെറുതെയാണെന്നാണോ നീ കരുതുന്നത്? നമ്മളൊന്നുമല്ല ഇത് തീരുമാനിക്കുന്നത്. ഇതൊക്കെ മുമ്പേ എഴുതപ്പെട്ടതാണ്. നീ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുണ്ട്. ബാക്കിനി ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ നിന്റെ വാപ്പയോട് സംസാരിക്കും. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാലിൽ വരെ വീഴും. ഒക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ക്വായിസ് ലൈലയെ സമാധാനിപ്പിച്ചു. വാപ്പ സമ്മതിക്കാതിരുന്നെങ്കിലോ എന്ന് ലൈല ചോദിച്ചപ്പോ ക്വായിസ് പറഞ്ഞു, അങ്ങനാണെങ്കിൽ അന്ന് കണ്ട ആ മലനിരകളില്ലേ, അതിന്റെ മറുവശത്തേക്ക് നമുക്കങ്ങ് പോവാം. അവിടെ നദീതീരത്ത് ചെറിയൊരു കുടില് കെട്ടി താമസിക്കാം. ഞാൻ വിറകെടുത്തോണ്ട് വരും. നീ ഭക്ഷണം പാകം ചെയ്യും. സന്തോഷത്തോടെ അവിടെ കഴിയാം. പിന്നാലെ അവർ അവിടെ നിന്ന് ലൈലയുടെ വീടിന്റെ പരിസരത്തേക്ക് എത്തി. ലൈലയെ യാത്രയാക്കാൻ നേരം സമാധാനത്തോടെ ഇരിക്കാനും വാപ്പയോട് ഞാൻ സംസാരിച്ചോളാം എന്ന് ക്വായിസ് പറയുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റൊക്കെ ഓണാക്കപ്പെട്ടു. ഇപ്പാനും സംഘവും ലൈലയുടെ വാപ്പയും അങ്ങോട്ടേക്ക് വന്നു. അവരെ ഒന്നിച്ചു കണ്ടതും ലൈലയ്ക്ക് മറ്റൊന്നും പറയാൻ പറ്റാത്ത വിധം അവളുടെ വായടഞ്ഞു പോയിരുന്നു. ക്വായിസ് ലൈലയുടെ വാപ്പയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതുപോലും കേൾക്കാൻ നിൽക്കാതെ ലൈലയെയും വലിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. വീടിനുള്ളിൽ അന്ന് കോലാഹലം തന്നെ നടന്നു. ലൈലയ്ക്ക് ഒരുപാട് തല്ലുകൊണ്ടു. ഇപ്പാനും ഇബ്ബാന്റെ ഉമ്മയും ചേർന്ന് ലൈലയുടെ വാപ്പയുടെ ഉള്ളിലേക്ക് ഓരോന്ന് പറഞ്ഞ് വിഷം കയറ്റിക്കൊണ്ടിരുന്നു. മറുവശത്ത് ക്വായിസ് ആകട്ടെ തന്റെ വാപ്പയ്ക്കടുത്ത് ചെന്ന് ലൈലയുടെ കാര്യം സംസാരിച്ച് ലൈലയുടെ വാപ്പയോട് പെണ്ണ് ചോദിക്കാനായി ആവശ്യപ്പെടുകയായിരുന്നു. പരസ്പരം ബദ്ധവൈരികളായതുകൊണ്ട് തന്നെ ക്വായിസിന്റെ വാപ്പ ആദ്യം അതിന് വിസമ്മതിച്ചു നിന്നെങ്കിലും ക്വായിസ് ചിരിയോടെ സമാധാനപൂർവ്വം വാപ്പയോട് സംസാരിച്ച് വാപ്പയെ കൺവിൻസ് ചെയ്തു. അടുത്ത ദിവസം ക്വായിസിന്റെ വാപ്പ തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ലൈലയുടെ വീട്ടിലേക്ക് വിവാഹം ആലോചിക്കാനായി ചെല്ലുകയാണ്. പക്ഷേ ലൈലയുടെ വാപ്പ ക്വായിസിന്റെ വാപ്പയെ വീടിന്റെ പടി പോലും കയറ്റിയില്ല. പുറത്തു നിർത്തി തന്നെ ഏറെ അപമാനിച്ചു. കള്ളന്മാരായ നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ മകളെ കെട്ടിച്ചയക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന തരത്തിൽ പറഞ്ഞു. ക്വായിസിന്റെ വാപ്പ ലൈലയുടെ വാപ്പയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് നിങ്ങളോട് ഒരു വ്യക്തിവിദ്വേഷവുമില്ല. ഗവൺമെന്റ് സ്ഥലം പിടിച്ചെടുത്ത് അത് ലേലത്തിൽ വെച്ചപ്പോ ഞാൻ വാങ്ങിയതാണ്. പ്രശ്നം നിങ്ങളും ഗവൺമെന്റും തമ്മിലാണ്. അതെന്തിനാണ് എനിക്ക് നേരെ തിരിക്കുന്നത്? പക്ഷേ വീണ്ടും ലൈലയുടെ വാപ്പ ക്വായിസിന്റെ വാപ്പയെ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഒരുപാട് അപമാനിച്ചപ്പോ ക്വായിസിന്റെ വാപ്പയ്ക്കും ദേഷ്യം വന്നു. ക്വായിസിന്റെ വാപ്പ പറഞ്ഞു, ആ പെണ്ണിനെ ഉപയോഗിച്ച ശേഷം അവൻ വലിച്ചെറിഞ്ഞെങ്കിൽ വരെ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു. എന്റെ മകന് ഞാൻ വാക്കുകൊടുത്തതാണ്. നിന്റെ മകളെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയിരിക്കും. അതൊന്നുകൂടി ലൈലയുടെ വാപ്പയെ പ്രകോപിപ്പിച്ചിരുന്നു. അവസരം മുതലെടുത്ത് ഇബ്ബാനും ലൈലയെപ്പറ്റി പറഞ്ഞാൽ അവരെ കൊന്നുകളയും എന്നൊക്കെ പറയാൻ തുടങ്ങി. ലൈലയുടെ വാപ്പ അത് കേട്ട് ഇബ്ബാനെ ഒന്ന് അടിമുടി നോക്കുന്നുമുണ്ട്. ലൈലയെ വിവാഹം കഴിക്കാനുള്ള അവസരമാക്കി ഇബ്ബാൻ അതൊക്കെ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ലൈലയുടെ വാപ്പ ഇബ്ബാനുമായുള്ള ലൈലയുടെ വിവാഹം ഉറപ്പിച്ചു. ലൈല എതിർത്ത് നിന്നെങ്കിലും ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിവാഹ ദിവസം എത്തി. വിവാഹത്തിന്റെ അന്ന് ലൈലയുടെ വാപ്പ ലൈലയോട് സംസാരിക്കാനെത്തി. വിവാഹ വേദിയിൽ നിന്നും താൻ ക്വായിസിനൊപ്പം പോവും എന്ന തരത്തിൽ ലൈല പറഞ്ഞതും, പോവണമെങ്കിൽ നിനക്ക് പോവാം, എന്റെ അഭിമാനവും മറ്റും അവിടെ നഷ്ടപ്പെടുമല്ലോ. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും. ലൈലയുടെ വാപ്പയുടെ മറുപടി ലൈലയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അവളാകെ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ വിവാഹത്തിന്റെ അന്ന് രാത്രി ഒന്നും ശരിയാവില്ലെന്ന് കണ്ടതും ക്വായിസ് നേരെ ലൈലയുടെ വീട്ടിലേക്ക് ചെന്നു. ലൈലയുടെ വാപ്പയുമായി സംസാരിക്കാൻ ശ്രമിച്ചു. കൈകൂപ്പി, എന്റെ വാപ്പ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതിന് നിങ്ങളുടെ മകളുടെ ജീവിതം തകർക്കരുത് എന്ന തരത്തിലൊക്കെ ക്വായിസ് ലൈലയുടെ വാപ്പയോട് അപേക്ഷിച്ചു. തങ്ങളുടെ പ്രണയത്തിന്റെ ആഴത്തെപ്പറ്റിയൊക്കെ അദ്ദേഹത്തോട് പറയുവാൻ ക്വായിസ് ശ്രമിച്ചെങ്കിലും ഒന്നും ചെവികൊള്ളാൻ ലൈലയുടെ വാപ്പ ഒരുക്കമായിരുന്നില്ല. ലൈലയുടെ വാപ്പ അല്പം ക്രൂരമായി ക്വായിസിനോട് സംസാരിച്ചതും ക്വായിസിന് ദേഷ്യം വന്നു. ലൈലയുടെ വാപ്പയോട് ദേഷ്യത്തിൽ ക്വായിസ് സംസാരിക്കാൻ തുടങ്ങി. ആ സമയമാണ് ഒച്ചയും ബഹളവും കേട്ട് ലൈലയും മട്ടുപ്പാവിലേക്ക് എത്തുന്നത്. സമാധാനപൂർണമായി വാപ്പയോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു ക്വായിസ്
തന്റെ വാപ്പയോട് ദേഷ്യപ്പെടുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ കേട്ട് ലൈലയ്ക്ക് ദേഷ്യം വന്നു. കൂട്ടത്തിൽ സങ്കടവും. എന്റെ വാപ്പയുടെ കാല് പിടിച്ച് സമ്മതിപ്പിക്കും എന്നല്ലേ ക്വായിസ് നീ പറഞ്ഞിരുന്നത്? എന്നിട്ടിപ്പോ ഇവിടെ വന്ന് ഒച്ചയുണ്ടാക്കുകയാണോ? ഇതാണോ നീ പറഞ്ഞ സമാധാനം എന്ന് ലൈല ചോദ്യം ചെയ്തു. ഒക്കെ എന്റെ തെറ്റായിരുന്നു. നീയും നിന്റെ വാപ്പയെ പോലെ ഇപ്പോ പെരുമാറുന്നത് എന്ന് ദേഷ്യത്തിലും കണ്ണീരിലും പറഞ്ഞ ലൈല ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ ക്വായിസിനോട് തന്നെ വിട്ട് പോവാൻ പറഞ്ഞു. ക്വായിസും ആകെ തകർന്നു പോയിരുന്നു. അവസാനമായി ഒന്നുകൂടി ക്വായിസ് ലൈലയെ വിളിച്ചെങ്കിലും ദേഷ്യത്തിൽ അവൾ ഒഴിഞ്ഞുമാറി. ഇബ്ബാനെ താൻ പൂർണ്ണ മനസ്സോടെ വിവാഹം കഴിക്കും എന്നൊക്കെ അവൾ അലറി പറഞ്ഞു. ക്വായിസ് ലൈലയെ നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി, ഓക്കെ ലൈല, ഞാൻ നിന്നെ വിട്ടോളാം. മുമ്പ് ചെയ്ത പോലെ ഇനിയും ഞാൻ നിന്നെ പിന്തുടരില്ല. നിനക്ക് വേണമെങ്കിൽ നീ എന്നെ പിന്തുടർന്ന് കണ്ടെത്തേണ്ടി വരും. മനസ്സു തകർന്ന് ക്വായിസ് അന്ന് അവിടെ നിന്ന് നടന്നു പോന്നു. പിന്നീട് 4 കൊല്ലങ്ങൾക്ക് ശേഷം ക്വായിസിന്റെ വാപ്പയ്ക്ക് പെട്ടെന്ന് പക്ഷാഘാതം വന്ന് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ലണ്ടനിലേക്ക് പോയി ഏകാന്തവാസം നയിക്കുകയായിരുന്ന ക്വായിസ് വാപ്പയുടെ ഫ്യൂണറൽ ചടങ്ങുകൾക്കായി അങ്ങനെ നാട്ടിലേക്ക് മടങ്ങിയെത്തി. അതിനോടകം മറ്റു പലതും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആ 4 കൊല്ലത്തിനപ്പുറം ഇബ്ബാൻ സ്ഥലത്തെ MLA ആയി മാറി മറ്റൊരു ഗവൺമെന്റ് അധികാരത്തിൽ കയറുകയും ലൈലയുടെ വാപ്പയ്ക്ക് ഹോൾട്ടുള്ള ആ ഗവൺമെന്റ് ക്വായിസിന്റെ വാപ്പയുടെ ഹോട്ടലടക്കം കേസിൽപ്പെടുത്തി പിടിച്ചെടുക്കുകയും ഒക്കെയും ചെയ്തിരുന്നു. കേസ് കാരണം ഹോട്ടലിൽ അടയ്ക്കേണ്ടി വന്നു. വാപ്പയുടെ ഫ്യൂണറൽ ചടങ്ങുകൾക്കെത്തിയ ക്വായിസിനെ കണ്ട് ഏവരും അതിശയിച്ചു പോയിരുന്നു. താടിയൊക്കെ വളർത്തി വിഷാദം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളുമായി മറ്റൊരു മനുഷ്യനായി തന്നെ ക്വായിസ് മാറിപ്പോയിരുന്നു. എന്തിലും തമാശ കണ്ടെത്തുന്ന ചിരിക്കുന്ന ക്വായിസ് എവിടെയോ മരണപ്പെട്ടിരിക്കുന്നു. തിരികെ എത്തിയ ക്വായിസിനോട് സ്നേഹപ്രകടനം നടത്താൻ സഹോദരിയും ഭർത്താവും വന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ സ്നേഹപ്രകടനങ്ങൾ അത്രയും വാപ്പയുടെ സ്വത്തിന്റെ പങ്കുപറ്റാനാണ് എന്ന് ക്വായിസിന് മനസ്സിലായി. ക്വായിസ് അന്ന് അവരോട് ഒരേ ഒരു കാര്യം പറഞ്ഞു, സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം, പക്ഷേ എന്റെ വാപ്പയുടെ ഫ്യൂണറൽ ചടങ്ങിൽ നിങ്ങൾ പങ്കെടുക്കരുത്. ക്വായിസ് എന്ന് വാപ്പയുടെ മൃതശരീരം കബറടക്കി ദുഃഖത്തോടെ അദ്ദേഹത്തിന്റെ കബറിന്റെ അടുത്തിരുന്നു. അത്രമേൽ ദുഃഖം ക്വായിസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഏവരിൽ നിന്നും അത് മറച്ചു പിടിക്കുവാനും ക്വായിസ് ശ്രമിച്ചെങ്കിലും പലപ്പോഴും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തിരികെ നാട്ടിലെത്തിയെങ്കിലും ലൈലയെ കാണുവാൻ ക്വായിസ് ശ്രമിച്ചതേയില്ല. മറുവശത്ത് ലൈലയുടെ ജീവിതമാകട്ടെ ഏറെ ദുരിതത്തിലേക്ക് മാറിയിരുന്നു. MLA ആയി മാറിയതും ഇബ്ബാൻ കനത്ത മദ്യപാനിയൊക്കെയായി മാറി. മദ്യപിച്ച് വീട്ടിൽ വരും. ക്വായിസിന്റെ പേര് പറഞ്ഞ് ലൈലയെ അപമാനിച്ച് സംസാരിക്കും. ലൈലയുടെ വാപ്പയുടെ മുമ്പിൽ വെച്ചുവരെ ഒരു കൂസലുമില്ലാതെ ലൈലയെ അയാൾ അപമാനിക്കുമായിരുന്നു. ഒരു ദിവസം ക്വായിസിനെ കാണാതെ ഏവരും തിരഞ്ഞു പിടിച്ചു ചെല്ലുമ്പോൾ ക്വായിസ് മലമുകളിൽ വീണ് കിടക്കുകയായിരുന്നു. കൂട്ടുകാർ ക്വായിസിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ എത്തി അവനെ പരിശോധിച്ചു. ക്വായിസിന് ക്ലിനിക്കൽ ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്നതാണ് എന്ന് ഡോക്ടർ കൂട്ടുകാരോടായി പറഞ്ഞു. ക്വായിസിന് സ്പെഷ്യൽ കെയർ തന്നെ വേണം എന്നും ഡോക്ടർ അവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ക്വായിസ് എത്തിയ വിവരമറിഞ്ഞ് ക്വായിസിനെ കാണാൻ ലൈല താല്പര്യം പ്രകടിപ്പിച്ചു. ക്വായിസിന്റെ സുഹൃത്തുകൂടിയായ സഹോദരൻ അക്കാര്യം ക്വായിസിനോട് പറഞ്ഞു. അത് കേട്ടതും ആ അവസ്ഥയിലും ക്വായിസിന്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞിരുന്നു. ലൈലയെ കാണാനായി അവനൊപ്പം ക്വായിസ് പോയി. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് താടിയൊക്കെ വടിച്ച് ലൈലയെ കാണാനെത്തിയ ക്വായിസിന് തന്റെ ഈ പുതിയ കോലവും രൂപവും ലൈലയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പിന്നാലെ ലൈല അങ്ങോട്ടേക്കെത്തി. ക്വായിസിനെ കണ്ടതും ക്വായിസിന്റെ ആ അവസ്ഥയും വിഷാദം നിറഞ്ഞ കണ്ണുകളും രൂപവും ഒക്കെ കണ്ടതും ലൈല തകർന്നു പോയിരുന്നു. ലൈല പൊട്ടിക്കരഞ്ഞു. ക്വായിസും ലൈലയെ കണ്ട് താഴേക്ക് മുട്ടുകുത്തിയിരുന്നു പോയി. ക്വായിസിനോട് സംസാരിക്കാൻ പോലും ആവാതെ ക്വായിസിന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ലൈല അവിടെ നിന്ന് പോന്നത്. ലണ്ടനിൽ ക്വായിസ് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നായിരുന്നു ഏവരും ലൈലയോട് പറഞ്ഞിരുന്നത്. ആ ക്വായിസാണോ ഇത്? നിങ്ങളൊക്കെ പറഞ്ഞ ക്വായിസ് എന്ന തരത്തിൽ ലൈല അമ്പുവിനെ അടക്കം ചോദ്യം ചെയ്തു. അവൾ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. ലൈലയുടെ അവസ്ഥ ക്വായിസും അറിഞ്ഞിരുന്നു. അവളെ അന്ന് വിട്ടുപോകുന്നതിലുള്ള ദുഃഖം ക്വായിസിന്റെ ഉള്ളിലും ഒരുപാടായി നിറഞ്ഞു. അവർ വീണ്ടും സംസാരിച്ചു. ഒടുവിൽ പുതിയ ജീവിതം തിരക്കി അവിടെ നിന്ന് ഒളിച്ചോടിപ്പോവാം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അതിനായി തയ്യാറെടുത്ത് ലൈല പുറത്തു പോവാൻ ഒരുങ്ങിയ ദിവസം ഇബ്ബാൻ ലൈലയെ തടയുകയാണ്. MLA ആയ ഇബ്ബാൻ ക്വായിസും ലൈലയും നേരിട്ട് കണ്ട കാര്യം അറിഞ്ഞിരുന്നു. അതിന്റെ പേരിലുണ്ടായ സംസാരം ഇബ്ബാനെ ഭ്രാന്ത് പിടിപ്പിക്കുകയും ഇബ്ബാൻ ലൈലയെ തല്ലുകയും ചീത്ത വിളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇബ്ബാനെ തടയാനെത്തിയ ലൈലയുടെ വാപ്പയെ വരെ ഇബ്ബാൻ തിരിച്ചുപദ്രവിച്ചു, സംസാരിച്ച് അപമാനിച്ചു. അത് കണ്ടതും ലൈല അതിലിടപെട്ടു. ക്വായിസിനെ പിടിച്ചുവെച്ച വാപ്പയെ പിന്തിരിപ്പിച്ചു. പിന്നാലെ താൻ എന്നെ ചവിട്ടിയല്ലേ, താനൊരു MLA അല്ലേ, പബ്ലിക് ഫിഗർ അല്ലേ, തന്റെ ജീവിതം ഞാൻ ഇനി കുളം തോട്ടും, താൻ നോക്കിക്കോ എന്ന തരത്തിൽ ലൈല അയാളെ വെല്ലുവിളിച്ചു. എന്നെ ഇപ്പോൾ വെറുതെ എന്റെ പാട്ടിന് വിട്ടാൽ മതിയായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾ ഓർക്കും എന്നും ലൈല അരിശത്തോടെ പറയുന്നുണ്ട്. അത് ഇബ്ബാനെ
അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. പിന്നാലെ ക്വായിസിനെ വന്ന് ലൈല കണ്ടു. നമുക്ക് പോവാമെന്ന് ക്വായിസ് പറഞ്ഞപ്പോ ഇനി പോവണ്ട വരില്ലെന്നും തങ്ങൾ ഡിവോഴ്സ്ഡ് ആവാൻ പോവുകയാണെന്നും വാപ്പയടക്കം അതിനെ സമ്മതിച്ചു എന്നും ലൈല ക്വായിസിനോട് പറഞ്ഞു. കുറച്ച് കാത്തിരുന്നാൽ മതി എന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ കാത്തിരിപ്പ്, വീണ്ടുമുള്ള സമയം, അതൊക്കെ ക്വായിസിനെ മാനസികമായി ബാധിക്കുന്നുണ്ടായിരുന്നു. ലൈല പക്ഷേ അവനെ ആശ്വസിപ്പിച്ചു. ആ കാലയളവിൽ നമുക്ക് പ്രണയിച്ച് നടക്കാമെന്നും പണ്ട് ചെയ്യാൻ പറ്റാതെ പോയ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നും ലൈല ക്വായിസിനോട് പറഞ്ഞു. വീണ്ടും അവർക്കിടയിലേക്ക് സന്തോഷത്തിന്റെ വെളിച്ചം വന്നു വീഴാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ മറുവശത്ത് ഇബ്ബാൻ ലൈലയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഇബ്ബാന്റെ തീരുമാനത്തെ വിമർശിച്ചു. ആ കുടുംബവുമായുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് ഇബ്ബാൻ ഈ നിലയിലെത്തിയത് എന്നൊക്കെ വാൺ ചെയ്തു. മൊത്തത്തിൽ ഇബ്ബാൻ അരിശം വരുന്നുണ്ടായിരുന്നു. അന്ന് ഒരുപാട് മദ്യപിച്ച് ഇബ്ബാൻ ക്വായിസിനെ കൊല്ലണമെന്നുള്ള വാശിയിൽ തോക്കെടുത്ത് തന്റെ വണ്ടിയുമെടുത്ത് വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. പക്ഷേ ആ യാത്ര അയാളുടെ മരണത്തിലേക്കായിരുന്നു. ഇബ്ബാന്റെ വാഹനം അപകടത്തിനിരയായി. ഇബ്ബാൻ മരണപ്പെട്ടു. ഇബ്ബാന്റെ മരണം ഡിവോഴ്സിനെയും തങ്ങളുടെ വിവാഹത്തെയും ഒന്നുചേരലിനെയും ബാധിക്കുമോ എന്ന ആശങ്ക ക്വായിസിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. കൂട്ടുകാരൻ ക്വായിസിനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും അങ്ങനെ തുടരുവാൻ ലൈലയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ഇബ്ബാന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതും അന്ന് രാത്രിക്ക് രാത്രി തന്നെ ക്വായിസിനടുത്തേക്ക് ഒളിച്ചോടാൻ ലൈല ഒരു ശ്രമം നടത്തി. പിൻവാതിലിലൂടെ അവൾ പോവാനിറങ്ങിയതും വാപ്പ അവളുടെ അടുത്തേക്ക് വന്നു നിന്നിരുന്നു. വാപ്പ അവളോട് സംസാരിച്ചു. നീ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. തെറ്റ് ചെയ്തത് ഞാനായിരുന്നു. എന്നെ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല. ലൈല പറഞ്ഞു. ഞാനതിന് ശ്രമിക്കുകയുമില്ല. പക്ഷേ നീ നിന്നെ തന്നെ ശിക്ഷിക്കരുത്. അതും എന്റെ പാവങ്ങൾക്ക് വേണ്ടി. ഈ വീടും ഈ സ്വത്തുക്കളും ഒക്കെയും നിന്റേതാണ്. കുറച്ചു ദിവസം കൂടി നിനക്കൊന്ന് കാത്തിരുന്നുകൂടെ? ദുഃഖാചരണമൊക്കെ അവസാനിച്ചാൽ നിങ്ങളുടെ വിവാഹം ഞാൻ തന്നെ നടത്തിത്തരാം. ഇപ്പോ നീ പോയാൽ ഏവർക്കു മുമ്പിൽ ഞാൻ അപമാനിതനാകും. കുടുംബം തന്നെ അപമാനിക്കപ്പെടും. എനിക്കൊന്നും വേണ്ട. നിങ്ങളുടെ സ്വത്തോ ഉപദേശമോ ഒന്നും. ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ലൈല അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ലൈലയെ കാത്ത് ഖബർസ്ഥാനിൽ ക്വായിസ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ലൈല വരില്ലെന്ന ആശങ്ക ക്വായിസിൽ നിറഞ്ഞു നിന്നിരുന്നു. കൂട്ടുകാരനായ സഹോദരൻ ക്വായിസിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും ക്വായിസ് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ലൈല ഓടി ക്വായിസിനടുത്തെത്തി ക്വായിസിനെ കെട്ടിപ്പിടിച്ചു. ലൈലയുമായി പോവാമെന്ന് പ്രതീക്ഷിച്ചു നിന്ന ക്വായിസിനോട് വാപ്പ പറഞ്ഞത് തെറ്റല്ല ക്വായിസ്. ദുഃഖാചരണ ദിവസങ്ങൾ പെട്ടെന്ന് കഴിയും. അത് കഴിഞ്ഞാ നമ്മുടെ വിവാഹം നടക്കും. കുറച്ചുകൂടി കാത്തിരുന്നാലോ എന്ന് ലൈല ചോദിച്ചു. നീ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം എന്നും ലൈല പറയുന്നുണ്ടായിരുന്നു. വീണ്ടും കാത്തിരിപ്പ്. സമയം. ക്വായിസിന്റെ മുഖം പെട്ടെന്നൊന്നു മാറി. കണ്ണുകളിൽ ദുഃഖവും മുഖത്ത് ചിരിയും വന്നു. എനിക്ക് വേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കാമോ? ലൈല ചോദിച്ചു. ക്വായിസ് പെട്ടെന്ന് വല്ലാതൊരു ചിരി ചിരിച്ചു. ഓക്കെ ഓക്കെ, തീർച്ചയായും ലൈല, ക്വായിസ് പറഞ്ഞു. കാത്തിരിപ്പ്, നീണ്ട കാത്തിരിപ്പ്. പക്ഷേ കുറച്ചു സമയം കൂടിയുള്ള കാത്തിരിപ്പ്. ക്വായിസിന് അത് വല്ലാത്തൊരു സമയമായി തോന്നി. ക്വായിസിന്റെ മാനസിക നില ബാധിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. ഡിവോഴ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഇപ്പോൾ ദുഃഖാചരണം തീരാനുള്ള കാത്തിരിപ്പ്. ക്വായിസ് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവൾ എന്റെ മുമ്പിലുണ്ട്, എന്നിട്ടും കാത്തിരിപ്പ്. പതിയെ പതിയെ ക്വായിസ് ലൈലയെ ഹാലുസിനേറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി. ക്വായിസിന്റെ വിഷാദ രോഗവും ദുഃഖവുമൊക്കെ കൂട്ടുകാരൻ കൂടിയായ സഹോദരൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നാളത്തേക്ക് ക്വായിസിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുവാൻ പഹൽഗാമിലുള്ള തങ്ങളുടെ ഹട്ടിലേക്ക് ഒന്ന് മാറി നിന്നാലോ എന്ന് സഹോദരൻ ചോദിച്ചു. ക്വായിസും അർദ്ധസമ്മതം മൂളി. അങ്ങനെ അവനും ക്വായിസും കൂടി പഹൽഗാമിലെ അവരുടെ ഇടത്തേക്ക് പോയി. മനോഹരമായൊരു ഭൂപ്രദേശമായിരുന്നു അത്. മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. ഒരു വശത്ത് ലൈല ക്വായിസിനായി കാത്തിരുന്നു, മറുവശത്ത് ക്വായിസ് ലൈലക്കായും. പക്ഷേ കാത്തിരിപ്പ് ക്വായിസിന്റെ മാനസിക നില വളരെ പെട്ടെന്ന് വഷളാക്കി. ലൈലയെ പൂർണ്ണമായി ക്വായിസ് ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈല തന്റെ കൂടെ ഉള്ള പോലെ ചിന്തിച്ച് ലൈലയോട് ഒരു ഭ്രാന്തനെ പോലെ ക്വായിസ് സംസാരിച്ചു. വൈകാതെ ഒരു സന്തോഷ വാർത്തയും അവർക്കെത്തി. ലൈലയുടെ വാപ്പ അവരുടെ ഹോട്ടലിന് മേൽ കൊടുത്തിരുന്ന കേസ് പിൻവലിച്ചുവെന്നും ഹോട്ടൽ അടുത്ത ദിവസം തന്നെ തുറക്കാം എന്നുമായിരുന്നു അത്. ക്വായിസിന്റെ സഹോദരൻ സന്തോഷത്തോടെ ക്വായിസിനെ കെട്ടിപ്പിടിച്ചു. പിറ്റേന്ന് തന്നെ തിരികെ പോകാമെന്ന് അവൻ പറഞ്ഞെങ്കിലും ക്വായിസിന് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിലെ ലൈലയ്ക്കൊപ്പം അവൻ അവിടെ ജീവിക്കുകയാണല്ലോ. ക്വായിസിന് താല്പര്യമില്ലെന്ന് കണ്ടതും താൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ സഹോദരൻ അടുത്ത ദിവസം അവിടെ നിന്ന് പോയി. ഒറ്റപ്പെട്ടതോടെ ലൈലയ്ക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റും എന്ന് ക്വായിസ് ചിന്തിച്ചു. സങ്കല്പത്തിലുള്ള ലൈലയുമായി, ഹാലൂസിനേറ്റ് ചെയ്ത് കാണുന്ന ലൈലയുമായി ക്വായിസ് അവിടെ ജീവിച്ചുകൊണ്ടേയിരുന്നു. കാണുന്നവർക്ക് മുമ്പിൽ ക്വായിസ് പ്രണയത്തിനാൽ ഒരു മജ്നുവാക്കപ്പെട്ടു. ശുദ്ധനായ ഒരു ഭ്രാന്തൻ, പ്രണയത്തിനാൽ ഭ്രാന്തനായവൻ. ഒരിക്കൽ ക്വായിസ് ലൈലയ്ക്കൊപ്പം ജീവിക്കാൻ എന്നവണ്ണം ഹട്ടിനോട് ചേർന്ന് മല കയറിപ്പോയി. പിന്നീട് ക്വായിസിനെ കാണുന്നേയുണ്ടായിരുന്നില്ല. സങ്കല്പത്തിലെ ലൈലയുമായി ആ മലനിരകളിൽ അവൻ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്കെത്തിയ സഹോദരനും ക്വായിസിന്റെ കുടുംബവും ലൈലയും വരെ ക്വായിസിനെ തിരഞ്ഞു. അവർക്കവനെ കണ്ടെത്താനേ
സാധിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ സങ്കല്പത്തിലെ ലൈലയുമായി ഒരു ഭ്രാന്തനെ പോലെ മലനിരകളിൽ ക്വായിസ് ജീവിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരിക്കൽ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് പിടികൂടി മലനിരയ്ക്ക് മുകളിൽ നിന്ന് ക്വായിസിനെ താഴെ എത്തിച്ചു. ക്വായിസ് ആശുപത്രിയിലേക്കും പിന്നീട് വീട്ടിലേക്കും മാറ്റപ്പെട്ടു. ലൈല അവിടെ അവനെ കാണാൻ ചെന്നിരുന്നു. ക്വായിസ് ലൈലയെ നോക്കിക്കണ്ടു. പക്ഷേ ആ ലൈലയെ മാത്രമായിരുന്നില്ല, അവന്റെ ചുറ്റിലും ആ ലോകത്തിൽ എവിടെയുമായി ലൈല നിറഞ്ഞു നിൽക്കുന്നതായി ക്വായിസിന് തോന്നിയിരുന്നു. ക്വായിസിന്റെ ലോകം തന്നെ പൂർണ്ണമായും ലൈലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവിടുണ്ടായിരുന്ന അവളും ചുറ്റിലുമുള്ള ഏവരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ക്വായിസിന്റെ അവസ്ഥ ലൈലയെ ആകെ തകർത്തു കളഞ്ഞു. ലൈലയുടെ അവസ്ഥ അമ്പുവിനെ ഒന്ന് ഷോക്കാക്കിയിരുന്നു. എന്താ പറ്റിയത് എന്ന് ലൈലയോട് അമ്പു ചോദിച്ചു. ലൈല പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല അമ്പു, ക്വായിസ് അവൻ എന്നെ വിട്ടുപോയി. ഇനിയിപ്പോ ഞാൻ അവനെ തിരഞ്ഞു കണ്ടെത്തണം. ക്വായിസിന്റെ സഹോദരൻ ലൈലയ്ക്കടുത്തെത്തി ലൈലയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ലൈല പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തു, എനിക്ക് വേണ്ടി അവസാനമായി ഒരു സഹായം കൂടി ചെയ്യുമോ? എന്താണെങ്കിലും പറഞ്ഞോളൂ. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് വലുതല്ലേ, പക്ഷേ എപ്പോഴും അതങ്ങനെ ആവണമെന്നില്ല. എങ്ങാനും ഞാൻ അവന് മുമ്പേ മരണപ്പെട്ടാൽ എന്റെ കബറിനരികിൽ നീ അവനെ കൊണ്ടുവരണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നേ എന്നവൻ ചോദിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും പറഞ്ഞതുപോലെ കേൾക്കണം എന്ന് പറഞ്ഞ ലൈല അവിടെ നിന്ന് പോന്നു. അന്ന് അവിടെ നിന്ന് നടന്നു പോരുമ്പോ തന്റെ പ്രണയത്തിന്റെ ഓർമ്മകൾ മുഴുവൻ തിരയടിക്കുന്ന പോലെ ലൈലയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നു. തന്റെ ക്വായിസ് പ്രണയത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിയിരിക്കുന്നതായും ഇനി ഒന്നിക്കാൻ അവരുടെ ആത്മാക്കൾക്ക് മാത്രമേ സാധിക്കൂ എന്നും ലൈല തിരിച്ചറിഞ്ഞ് തീരുമാനിച്ചിരുന്നു. ഞാൻ നിന്നെ പിന്തുടരില്ല, നിനക്കെന്നെ വേണമെങ്കിൽ നീ എന്നെ പിന്തുടർന്ന് കണ്ടെത്തണം എന്ന ക്വായിസ് കൊടുത്ത നോട്ട് കയ്യിൽ പിടിച്ച് അന്ന് രാത്രിയിൽ ലൈല ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. ലൈലയുടെ കബറടക്കവും മറ്റും നടന്നു. ലൈല ഇനി ഈ ലോകത്ത് ബാക്കിയില്ല എന്ന വിവരം ക്വായിസും അറിഞ്ഞിരുന്നു. ലൈല എന്നലറി വിളിച്ചുകൊണ്ട് മലമുകളിലേക്ക് അവനോടി. ലൈലയെ ഹാലൂസിനേറ്റ് ചെയ്ത് മുമ്പിൽ കണ്ട് പുഞ്ചിരിയോടെ ലൈലയുടെ ക്വായിസ് നാട്ടുകാരുടെ മജ്നു മുമ്പോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. വേഗത്തിൽ ഓടിയവൻ ലൈലയുടെ കുഴിമാടത്തിന്റെ കല്ലിൽ തന്നെ തലയടിച്ച് താഴെ വീണു. തലക്കേറ്റ മാരകമായ ആഘാതത്തിൽ മുറിവിൽ നിന്ന് രക്തമൊലിച്ച് അവസാന ശ്വാസം എടുക്കുന്നതിനു മുമ്പ് മലമുകളിൽ നിന്നും ലൈല കൈകാട്ടി തന്നെ വിളിക്കുന്ന പോലെ ക്വായിസിന് തോന്നി. ആ ഒരു നിമിഷത്തിൽ കുട്ടിയായ ലൈല ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തന്റെ കമ്മലെടുത്തോടിയ പയ്യന് പിന്നാലെ രണ്ടാം നില ഓടിക്കയറിയിരുന്നല്ലോ. അവിടെത്തുമ്പോൾ അവൾ ആ പയ്യനെ കണ്ടു. അവൻ തിരികെ വന്ന് ലൈലയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ടോടി. ആത്മാക്കൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ലൈലയും ക്വായിസും ആ ആത്മാക്കൾ ഒന്നിച്ച് അവർ സ്വപ്നം കണ്ട പോലെ ജീവിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.